എടായി പ്രാതയായി എന്തൊരു മാമ ചുമ്മാ എടേ ഞാൻ രാവിലെ വീട്ടിൽ വന്നിരുന്നു. അപ്പോഴത്തേക്ക് നീ പിള്ളേം കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയിക്കുന്നെന്ന് പറഞ്ഞാട്ട് പോയി. ഇനിയും പോവും. ഇനി ഒരുപാട് പ്രാവശ്യം പോവും. നിങ്ങൾക്കെന്ത്? എടാ ഇറക്കാൻ നീയെ പോലീസ് സ്റ്റേഷനിൽ കയറി ആളുകളെ കൊണ്ട് മാനം കെടുത്ത് ജീവിക്കുന്നേ. ആ പിള്ളേരെ തരണടാ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കയറ്റിയത്. ഒത്തുതീർപ്പിന് വിളിപ്പിച്ചേക്കണേ. ഒത്തുതീർപ്പിന്. ഒത്തുതീർപ്പാ? ഓ ആ ഞാൻ പിടികൊടുക്കൂല അമ്മ, പിടികൊടുക്കൂല. എല്ലാത്തിനും കയറ്റും. അറിയാമോ? കാര്യം തരടാ, കാര്യം തരേ. അപ്പീല് കൊടുക്കും. നീ അപ്പീലാ വലുതിലാ കൊട്. എന്തിന്? നീ അപ്പീലില്ലാ വലുതിലാ കൊട്. മാമ ഞാൻ കൊടുത്തിരിക്കുമെന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കും. എല്ലാത്തിനും കയറ്റും ഞാൻ. എടാ കാര്യം തരുന്ന നീ പറഞ്ഞില്ലല്ലോ ഇതുവരെ. എന്റെ പിള്ള യുവജനോത്സവത്തിനുണ്ടായിരുന്നു. 5 ഐറ്റത്തിനാണ് പണ്ട് പങ്കെടുത്തത്. മാമ 4 എണ്ണത്തിന് അവക്ക് 1ാം സമ്മാനം കിട്ടിയോ മാമ? കിട്ടിയല്ലേ? ഒരെണ്ണത്തിന് കിട്ടിയില്ല. എടാ 4 എണ്ണത്തിന് കിട്ടിയില്ലേ? 1 അല്ലേ പോയുള്ളൂ എന്ന് പറഞ്ഞോണ്ട് എന്ന് പോയെങ്കിൽ അത് നീ സമ്മാനപ്പെടണം. നിങ്ങൾ എന്തിനു കേട്ടിട്ട് മാമ പറയണത്? ആ കൊച്ചെന്ത് മനോഹരമായിട്ട് പാട്ട് പാടിയെന്നറിയാമോ? അതിനാണ് കിട്ടാത്തത്. എടാ എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും താളമോ ശ്രുതിയോ മാറി തെറ്റിപ്പോയിരിക്കും. എങ്ങനെ ശ്രുതിയും താളം തെറ്റാ? ഇത് പഠിപ്പിച്ച് വിട്ടതാര് കൊച്ചിനെ പാട്ട്? ആര് പഠിപ്പിച്ചു വിട്ടത്? മാമ ഞാൻ പഠിപ്പിച്ചു വിട്ടത്. അപ്പൊ അതുകൊണ്ട് ശ്രുതിയും തെറ്റൂല, താളം തെറ്റൂല, ഒന്നും തെറ്റൂല. അറിയാമോ? എങ്കിൽ ഫൈനൽ റൗണ്ടിൽ വന്നതേ അതിന്റെ ഭാഗ്യം. എന്ത്? നീ അല്ലേ പഠിപ്പിച്ചു വിട്ടത്? അവതാളം അല്ലേ പാടുള്ളൂ. എന്റെ മാമ മനോഹരമായിട്ട് എന്റെ പിള്ള പാടി. അവിടെ ഇരുന്ന് അത്രയും ആൾക്കാർ കൈയടിച്ചു. എല്ലാ പിള്ളേരെ തന്തമാരും തള്ളമാരൊക്കെ കൈയടിച്ച്. അവിടെ നിന്നിട്ട് ഒരാൾ 500 രൂപ എടുത്ത് കൊച്ചിന് കൊടുത്ത് പാടിക്കൊണ്ടിരുന്നപ്പോഴോ പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ടിട്ട് പിള്ള ഓടി വന്ന് ആ 500 എന്റെ പോക്കറ്റ് വെച്ചതെന്നറിയാമോ നിങ്ങൾക്ക്? അതാണോ 1ാം സമ്മാനം പോയത്? എന്റെ മാമ അതുകൊണ്ടൊന്നും അല്ല. എടാ പാട്ട് പാടിക്കൊണ്ട് നിൽക്കുമ്പോ നിന്റെ അടുത്ത് പൈസ തരാൻ വേണ്ടി ഓടി വന്ന പാട്ട് മുറിയൂലേ? എന്റെ മാമ അതിന് ശേഷമാണ് കൊണ്ട് തന്നത്. അതിന് ശേഷോ? എന്നിട്ട് ഇപ്പൊ എന്തിനാണ് പറ്റിയത്? ഇതെന്തിനാണ് പറ്റിയത്? ഒത്തുകളി. ആരടാ ഒത്തു കളിക്കുന്നത്? മാമ ഫൈനൽ റൗണ്ടിൽ എന്റെ പിള്ള വേറെ കൊച്ചുകൂടെ 2 പേര് വന്ന് എന്റെ പിള്ള നന്നായിട്ട് പാടി. എല്ലാരും കൈയടിച്ച്. മറ്റേ കൊച്ചിനെക്കാട്ടും മനോഹരമായിട്ടാണ് എന്റെ പിള്ള പാടിയത്. ആയിക്കോട്ടെ. അപ്പോഴുണ്ട് മറ്റേ കൊച്ചിന് 1ാം സമ്മാനം കൊടുത്തേക്കണോ അമ്മ? എടാ അതാണ് ഞാൻ ചോദിച്ചത്. അവിടെ എവിടെ ഒത്തു കളിച്ചെന്നാണ്. മാമ വിധികർത്താക്കളിരിക്കില്ലേ, അവരുമായിട്ടുള്ള ഒത്തുകളി. ഈ കൊച്ചിന്റെ തന്തയും തള്ളയും കൂടെ പൈസ കൊടുത്തിട്ടുള്ള. നമുക്കങ്ങനെ പൈസ കൊടുത്തുള്ള ഒരു പരിപാടിയും വേണ്ട അമ്മ. അയ്യോ നമുക്കങ്ങനെ പൈസ കൊടുത്ത് ഒരു കാര്യവും വേണ്ട. നമ്മളെ കുടുംബത്തിന് മാനക്കേട്. പിന്നല്ലാതെ ജഡ്ജസിനെ സ്വാധീനിച്ച് നമ്മളെ പിള്ളക്ക് 1ാം സമ്മാനം നഷ്ടമായി. മാമ അത് ഭയങ്കര സങ്കടമല്ല. എന്റെ പിള്ള കരച്ചിലോടെ കരച്ചില്. ഇപ്പോഴും കരഞ്ഞോണ്ടിരിക്കണോ അമ്മ വീട്ടില്? എടാ പിള്ള ഏത് പാട്ടുള്ള പാടിയത്? ഭയങ്കര അർത്ഥവത്തായിട്ടുള്ളൊരു പാട്ടാണ് പാടിയത്. അർത്ഥവത്തായിട്ടുള്ള പാട്ട് ഏത്? അമ്പലക്കുളങ്ങര കുളിക്കാൻ ചെന്നപ്പോ അകലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി എന്നുള്ളൊരു പാട്ടില്ലേ? അകലത്തെ പെണ്ണുങ്ങളല്ല, പിന്നെ അമ്പലക്കുളങ്ങര കുളിക്കാൻ ചെന്നപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി. എന്റെ പിള്ള പാടി ഇതുപോലത്തെ മറ്റേ തേങ്ങ തിരുമ്പ് പോലത്തെ ചിരട്ട പാട്ടല്ല പാടിയത്. കൊച്ചു മനോഹരമായിട്ടാണ് പാടിയത്. അറിയാമോ? എടാ അത് അവള് പാടിക്കോട്ടെ. എന്നാലും 1ാം സമ്മാനം കിട്ടിയില്ലല്ലേ? മാമ 1ാം സമ്മാനം കൊടുക്കാത്തുണ്ട്. ഞാൻ അപ്പീലിന് പോണത്. അപ്പീൽ കൊടുക്കും മാമ. എല്ലാത്തിനകത്ത് കയറ്റും ഞാൻ. എടേ നീ പറഞ്ഞ സംഭവമൊക്കെ ശരി തന്നെ. ഇതൊരു മനോഹരമായ പാട്ടാണ്. പിന്നെന്ത്? പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിന് പറ്റിയ പാട്ടല്ലടാ. എൻ്റെ പൊന്നു മാമ, എല്ലാ പാട്ടുകളും അവരെഴുതണവർ അർത്ഥവത്തായിട്ടുള്ള പാട്ടുകളാണ് എഴുതുന്നത്. അത് മനോഹര പാട്ടാണ് അമ്മ. ഇതിലെന്തിനോ അമ്മ കാലഘട്ടം ഇരിക്കണത്? എടാ ആ കാലഘട്ടത്തിന് പറ്റിയ പാട്ടാണ്. നിങ്ങൾ എന്തിനോ അമ്മ പറഞ്ഞത്? എടാ അന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾ കുളിക്കാനായിട്ട് കുളിക്കടവിലേ പോവുള്ളൂ. അതിന് ഇന്നത്തെ കാലത്ത് അങ്ങനെ വല്ലതും ഉണ്ടാടാ? എനിക്കൊന്നും മനസ്സിലാവില്ല. നിങ്ങൾ തെളിച്ച് പറയും. എടാ ചെറുക്ക, ഒരു സാധാരണപ്പെട്ട ഒരുത്തൻ്റെ വീട്ടില് 2 ബെഡ്റൂമും അതിൽ അറ്റാച്ച്ഡ് ബാത്റൂമും കാണൂലേ? അതുകൊണ്ട് അങ്ങനെ ബാത്റൂമുള്ള ഒരു വീട്ടിൽ നിന്ന് എങ്ങനെയാണ് അമ്പലക്കുളത്തിൽ ഒരു പെണ്ണ് കുളിക്കാൻ പോണത്? അത് ശരിയാണല്ലോ അമ്മ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ കാലഘട്ടത്തിന് അനുസരിച്ചുള്ള ഒരു പാട്ടല്ല അത്. അതാണ് 1ാം സമ്മാനം പോയത്. അപ്പൊ ഇനിയിപ്പോ 1ാം സമ്മാനം കിട്ടൂല അമ്മ? എവിടുന്ന് കിട്ടണത്? നൊട്ടി കിട്ടും എന്നെ. ഞാൻ എന്തായാലും ഒന്നും കൂടെ ഒരു അപ്പീലിൽ പോയിട്ട് വരാം മാമ. എടാ പ്രാട്ടിയായി എന്തിനാ അമ്മ? നീ ഇനി അപ്പീലിനെ നൊട്ടിക്കൊന്നും പോണ്ട. പിന്നെ നീ വെളുപ്പാങ്കാലത്ത് എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? 5 മണിക്ക്. ഒരു കാര്യം ചെയ്യ്, വീട്ടിൽ ചെന്ന് അന്തസ്സായിട്ട് അപ്പി ഇട്ടും വച്ച് കയറിക്കിടന്ന് ഉറങ്ങടാ. എന്തൊരു മാമ നൊട്ടി.